ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ റോഡ് സേഫ്റ്റിയെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരു 3 മാസമേ ആയിട്ടുള്ളൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ട്. ഞാൻ 2 വീലറാണ് ഇപ്പം ഓടിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഓടിക്കുന്ന സമയത്ത് എനിക്ക് റോഡിൽ ഇങ്ങനെ ഓരോ റോഡ് സേഫ്റ്റി ഒട്ടും പാലിക്കപ്പെടുന്നില്ല, ഇങ്ങനെയൊക്കെ പോയ അപകടങ്ങൾ ഉണ്ടാവാം എന്ന് ഞാൻ റോഡിൽ കണ്ട കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വിചാരിക്കും. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുകൊണ്ട് ഒരു ഉപകാരപ്പെട്ട് അവരുടെ മനസ്സ് മാറിയാലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഞാൻ റോഡിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓവർടേക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം ഒരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് ഒരു പ്രോബ്ലമല്ല. പക്ഷേ ഇപ്പം ഒരു വണ്ടി തന്നെ 2 വണ്ടികൾ, ഇപ്പോൾ ഒരു വണ്ടി മറ്റൊരു വണ്ടി ഓവർടേക്ക് ചെയ്യായിരിക്കും. അപ്പോൾ ആ 2 വണ്ടികളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി 3ാമതൊരു വണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഓടിക്കുമ്പോഴത്തേക്ക് എൻ്റെ മുന്നിൽ, ഞാൻ സ്ലോ ആയിട്ടാണ് പോകുന്നത്, ഞാൻ പഠിച്ചു വരുന്നതുകൊണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്യാറൊന്നുമില്ല. അധികം ഓവർടേക്ക് ചെയ്യാറില്ലെങ്കിലും ചിലപ്പോഴൊക്കെ വലിയ ടിപ്പറല്ല മറ്റേ വലിയ വണ്ടികളൊക്കെ പോകുമ്പോഴത്തേക്ക് അത് എനിക്ക് ഓവർടേക്ക് ചെയ്തേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോകാറുണ്ട്. എങ്കിലും കൂടുതൽ സമയം ഞാൻ ഒഴിഞ്ഞ് സൈഡ് കൊടുത്തൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഡ്രൈവ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കാർ, ഞാൻ ആ കാറിനെ കണ്ടിട്ട് കൂടിയില്ല, എന്നെ വേറൊരു പിക്കപ്പ് എന്നെ ഓവർടേക്ക് ചെയ്തു. അതൊക്കെ പിന്നീട് ഞാൻ കാണുന്നത് ആ പിക്കപ്പിൻ്റെ അപ്പുറത്തോട് വേറൊരു കാർ കൂടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ അറിയത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നാലോ ഇതിങ്ങോട്ട് സൈഡ് കയറുമ്പോഴത്തേക്കും നമുക്ക് കൂടിയല്ലേ അപകടം, സൈഡ് ചേർന്ന് പോകുന്നവർ കൂടിയാണ് അപകടം. അപ്പം അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത കാര്യമെന്ന് എനിക്ക് പറയുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഈ ഒരു കാര്യം ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം പോകാൻ നേരത്ത് 2 2 വീലേഴ്സ് അവർ രണ്ടുപേരും പാരലായിട്ട് റോഡിൽ കൂടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഈ പാരലൽ ലൈൻ കണക്ക് അവർ സംസാരിച്ചുകൊണ്ട് ഒന്ന് പോകുക നേരെ. അപ്പോൾ പിറകെ ഒരു വണ്ടി വന്നിട്ട് അവർ ഒരു വണ്ടി മുന്നോട്ട് കയറി ഒരു സൈഡ് കയറണമെന്നാ അങ്ങനെയൊന്നുമില്ല. അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവുക പാരലായിട്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അത് ഒരുപാട് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതെന്തോ ഒന്നിക്ക് അവർക്ക് സൈഡ് ഒതുക്കി നിർത്തി കാര്യം പറയാം, അല്ലെങ്കിൽ എന്തോ നേരെ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഇത് അവർ എന്നാൽ വേറൊരു വണ്ടി വന്നാൽ അവർ സൈഡ് തരുമോ അതുമില്ല. അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. വേറെ വണ്ടികൾ ഒഴിഞ്ഞു പോകണം, അവരങ്ങനെ പോകുള്ളൂ, അവർ മാറത്തില്ല. അങ്ങനെ ഞാൻ 2-3 തവണ അങ്ങനെ ശ്രദ്ധപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നത്. ഇപ്പം ജനുവരിയിൽ ഇങ്ങനെ റോഡ് സേഫ്റ്റി ദിനാചരണം അതിൻ്റെ ഇതൊക്കെ നടന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഇത് ചെയ്യാമെന്ന് തോന്നി. പിന്നെ എനിക്ക് അടുത്തതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ വലിയ വണ്ടികൾ, ബസ്, ലോറി അങ്ങനെയുള്ള വണ്ടികളുണ്ടല്ലോ, അവർ നമ്മളെപ്പോലെ ചെറിയ വണ്ടികൾ ഓവർടേക്ക് ചെയ്യും. അപ്പോഴത്തേക്കും ചില ബസ്സുകാർ എന്ന് പറഞ്ഞാൽ ചില ഡ്രൈവർമാർ, അവർ നമ്മളിപ്പോൾ വളവൊക്കെ ആണെങ്കിൽ വളവിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ചില ബസ്സുകാരും ലോറിക്കാരും എനിക്ക് അത്രയായിട്ട് തോന്നിയിട്ടില്ല. ബസ്സുകാർ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് KSRTC, അവർ KSRTC തന്നെ ഫാസ്റ്റ്, അവരാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാതെ നിന്നിട്ട് വളവെത്തുമ്പോൾ കറക്റ്റ് നമ്മൾ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ വളവെത്തുമ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചില എക്സ്പെർട്ട് ഡ്രൈവർമാർ നേരെ പോകുമായിരിക്കും. പക്ഷേ എന്നെപ്പോലൊക്കെ ഉള്ള തുടക്കക്കാർക്ക് അതൊരു പേടിയാണ്. കാരണം വളവിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അവരപ്പം ഒന്നിക്ക് വളവിന് മുന്നേ അല്ലെങ്കിൽ വളവിന് ശേഷം ഓവർടേക്ക് ചെയ്യാം. വളവിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ, അതെനിക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. അവർ ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി തിരിയും. അപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കും ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്നത്? അത് വലിയൊരു അപകടമാണ്. എങ്ങോട്ട് അവർ തിരിയുന്നത്? നമ്മൾ ശരിക്കും അവർ നേരെ പോയിരിക്കുന്നത്, ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ നേരെ അങ്ങ് തിരിഞ്ഞു പോകും. അത് ഒരു വലിയ അപകടം വിളിച്ച് വരുത്തുന്ന കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ആരും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആരും ഡ്രൈവ് ചെയ്യുന്നില്ല. പക്ഷേ ഈ എല്ലാവരും കൂടുതലും 2 വീലേഴ്സ് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും നമ്മൾ കാണുന്നില്ല. 2 വീലേഴ്സ് ഓടിക്കുന്നവരൊക്കെ ഇങ്ങനെ ബ്ലൂടൂത്ത് വഴി സംസാരിക്കുന്നുണ്ട്, ഫോൺ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അത് മൊബൈൽ ഉപയോഗിക്കുന്നത് തന്നെയാണല്ലോ ഇതായിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ട്. പക്ഷെ അതും ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരും, ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. എന്തുമല്ല നല്ല ഓവർ സ്പീഡിലാണ് എൻ്റെ റൂട്ടിൽ, ഞങ്ങൾ ഈ റൂട്ടിൽ കൊളത്തൂപ്പുഴ മർത്തറ റൂട്ടിൽ നല്ല ഓവർ സ്പീഡിലാണ് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും. നല്ല റോഡാണ്, മലയോര ഹൈവേയാണ്. അപ്പോൾ നല്ല റോഡാണ്, നല്ല വീതിയുള്ള റോഡാണ്.
അപ്പോൾ എന്നിട്ട് പോലും അത് തികയാതെ അത്രയും ഓവർ സ്പീഡിലും ഓവർ ടേക്കിങ്ങും ഒക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ മാത്രമല്ല, ഇതുപോലുള്ള മറ്റാൾക്കാർ. അതുപോലെ തന്നെ കുട്ടികൾ റോഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് ഇവർ സൈക്കിളൊക്കെ കൊണ്ട് ചിലപ്പോൾ ക്രോസ് ചെയ്യാൻ നോക്കും. അപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് നല്ല പേടിയാണ്. കുട്ടികളിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവർ ചാടുമോ, ചിലപ്പോൾ സൈക്കിളൊക്കെ ആണെങ്കിൽ അവർ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സൈക്കിള് കറക്റ്റ് ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ തിരിച്ച്, അതിന് മുന്നേ തിരിച്ചില്ല. അല്ലെങ്കിൽ അവൻ തിരിക്കില്ലെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇവൻ ഞാൻ വിചാരിച്ചു അവിടെ നിന്നപ്പോൾ വിചാരിച്ചു അവൻ തിരിക്കില്ല. പക്ഷെ ഞാൻ അടുത്തെത്തിയതും കറക്റ്റ് ഇവൻ തിരിച്ച്. പിന്നെ ഞാൻ ഒഴിഞ്ഞു പോയി. പക്ഷേ ചിലപ്പോൾ നമ്മളൊന്ന് പേടിച്ച് ഇതെല്ലാം ഒരു മൈൻഡിൻ്റെ കളിയാണ്. പെട്ടെന്ന് നമ്മളൊന്ന് പേടിച്ചു പോയാൽ ചിലപ്പോൾ ഞാനും വീഴും, ഞാൻ അവനെ ഇടിക്കുകയും ചെയ്യും. അങ്ങനെ അപകടം ഉണ്ടാവും. അതുപോലെ കുട്ടികൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കെല്ലാം അത് കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികളെയും കാട്ടി കുറവാണ് പട്ടികളെ കൊണ്ടുള്ള അപകടമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പട്ടികളാണെങ്കിൽ ഞാൻ അവർ രണ്ടുപേരും ഇത് ചെയ്യില്ല, കമ്പയർ ചെയ്യില്ല, അല്ലാതെ ഞാൻ പറഞ്ഞതാണ്. പട്ടികളാണെങ്കിൽ നമ്മളിപ്പം അവർ നോക്കുന്നുണ്ട് നമ്മൾ അടുത്തെത്തുമോ ഇല്ലേ, അവർ ക്രോസ് ചെയ്യുന്നതൊക്കെ നോക്കി തന്നെയാണ് ക്രോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിത്തിരി ഒന്ന് ഫോൺ അടിച്ചാൽ തന്നെ അവർ കറക്റ്റായിട്ട് അവിടെ നിന്ന് നമ്മൾ പോയതിന് ശേഷമൊക്കെ പോകുന്നു. എനിക്ക് അങ്ങനെ വലിയ അപകടമില്ല. എന്നാലും പട്ടികളെ കൊണ്ട് ഞാൻ കാർ ഓടിക്കുമ്പോൾ എനിക്ക് പട്ടികളെ കൊണ്ട് അപകടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ക്രോസ് ചെയ്യുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ടൂ വീലറിൽ എനിക്ക് അങ്ങനെ പട്ടികളെ കൊണ്ടുള്ള അപകടം വലുതായിട്ട് തോന്നിയില്ല. ഉണ്ടായിരിക്കും, മേബി അത് കുറേ അപകടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്ത കാര്യം, റോഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കും. ചില കമ്പ്, പൈപ്പ്, കല്ല് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അത് വലിയ അപകടമാണ്. കാരണം നമ്മൾ ടൂ വീലേഴ്സ് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ കയറി പോവാം. അപ്പം നടന്നു പോകണം, ആരെങ്കിലും അത് കാണാൻ എനിക്ക് അതൊക്കെ ഒന്ന് മാറ്റിയിടുവാണെങ്കിൽ വലിയ ഉപകാരപ്രദമായേനെ. പിന്നെ നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഓടിക്കണം എന്നാണല്ലോ പൊതുവേ നിയമം പറയുന്നത്. പക്ഷേ കീപ്പ് ഡിസ്റ്റൻസ് എന്ന് ചില ലോറികളുടെയൊക്കെ പിറകിൽ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ ആരും ഡിസ്റ്റൻസ് പാലിക്കുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊരു അപകടം ഉണ്ടായില്ലേ, വണ്ടികളിങ്ങനെ അടുത്തടുത്ത് ഒരു സ്കൂട്ടർ യാത്രക്കാരിങ്ങനെ റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് അത് വണ്ടികളിങ്ങനെ പെട്ടെന്ന് വരുന്നതുകൊണ്ടായിരിക്കും ഒരു കീപ്പ് ഡിസ്റ്റൻസ്, നമ്മളൊരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ അങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം എനിക്ക് പറയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ വരെ ഞാനും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റോഡിൽ കൂടെ നടക്കുമ്പോൾ സൈഡ് ചേർന്ന് നടക്കണം, വലതുവശം ചേർന്ന് നടക്കണം. അത്രയും കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചു. കാരണം അല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല. അപ്പോൾ ഈ ബസ്സിലാണെങ്കിൽ ബസ് ഡ്രൈവർ വണ്ടി നോക്കില്ല, നമ്മൾ റോഡ് നിയമങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ അവയർനെസ് ആവേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പം വണ്ടി ഓടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നല്ല ഡ്രൈവർ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ റോഡിൽ അത്ര ഇതായിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. നല്ല സേഫ്റ്റി ആയിട്ടൊക്കെ ഓടിക്കുന്നവർക്ക്, ചിലർ കുറച്ച് അശ്രദ്ധയായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ടൈമിന് വാല്യൂ ഉണ്ട്. പക്ഷേ ചിലർ വിചാരിക്കുന്നത് അവർക്ക് സ്പീഡിൽ പോകണം, മറ്റേ സ്പീഡിന് കുറഞ്ഞൊരു പയ്യെ തിരക്കൊന്നുമില്ലാത്തവരാണ് പോകുന്നത്. പക്ഷേ എല്ലാവർക്കും ടൈമിന് വാല്യൂ ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ റോഡിൽ ശ്രദ്ധിച്ച് പോകുന്നത് അവരുടെ മെച്യൂരിറ്റി കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ആസ്പത്രി വീഡിയോയിൽ പറഞ്ഞില്ലേ, അത് തന്തവൈബല്ല എന്നൊക്കെ. അതുപോലെ തന്നെയാണ് അത് റോഡിൽ നമ്മൾ പാലിക്കേണ്ട ബേസിക് മാനേഴ്സാണത്. എല്ലാവർക്കും സ്പീഡിന് പോകാൻ ആഗ്രഹമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഒരു സമയത്തിന് വാല്യൂ ഉള്ളവരായിരിക്കും. പക്ഷേ അങ്ങനെ നമ്മൾ പോകുന്നതാണ്. പിന്നെ ഇനി എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അത് മറ്റ് ആൾക്കാർക്ക് കുഴപ്പമില്ല. എൻ്റെ സ്വന്തം നാട് ചോഴിക്കോടുള്ളവർക്ക് അവർക്ക് മാത്രമേ ഇത് ബാധകമാവുന്നുള്ളൂ. കാരണം അവരെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ റോഡിൽ നിന്ന് മാറത്തില്ല. ചോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം ഒരു 2 വളവ് ചേർന്ന് വരുന്ന ജംഗ്ഷനാണ്. ചേർന്ന് വരുന്നില്ല, ഒരു വളവ് തിരിഞ്ഞ ഒരു ജംഗ്ഷനിലാണ് ചോഴിക്കോട്. അപ്പോൾ ആ വളവ് അവർ മാറത്തേയില്ല, ആ റോഡിൽ തന്നെ നിൽക്കും. കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു 40+ ആയിട്ടുള്ള ആൾക്കാർ പണ്ട് മുതലേ ഉള്ള ശീലമാണ്, മാറത്തില്ല, റോഡിൽ തന്നെ നിൽക്കും. ഒരാഴ്ചയൊക്കെ മുമ്പ് ഞാനിങ്ങനെ എനിക്കൊരു ബൈ റോഡ് കയറിയാണ് ജംഗ്ഷനിലോട്ട് എത്താനുള്ളത്. അപ്പോൾ അവിടെ തേരിയുണ്ട്. ആ തേരി ഞാൻ കയറി വരുമ്പോൾ ആ റോഡിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നു. അവർ മാറുന്നില്ല. അവർ മാറിയാൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ. അവർ അവിടെ തന്നെ നിൽക്കുന്നു. കാരണം ഞാൻ സൈഡ് തിരിഞ്ഞ് അപ്പുറത്ത് ചെന്നിട്ട് ഇങ്ങോട്ട് പോകണം. അല്ലാതെ ഇവരൊന്നും മാറുന്നത് എനിക്ക് ഇങ്ങനെ അങ്ങ് പോകാം. അതവർ മാറത്തില്ല. അവരവിടെ തന്നെ നിന്ന് കാര്യം പറയും. ഒരു കുഴപ്പമില്ല, ഒരു കാര്യമില്ല. വെറുതെ ആൾക്കാർ അവിടെ നിന്ന് ആ റോഡ് കയറി വരുന്ന ആ തേരിയിൽ നിന്ന് കാര്യം പറയണം. അവർ മാറത്തില്ല. അതുപോലെ തന്നെയാണ് ഒരു ബസ് വന്നാലും അവർ മാറത്തില്ല. അവരവിടെ തന്നെ നിൽക്കും. ബസ്സോ ലോറിയോ എന്തായാലും അത് തിരിഞ്ഞു പോകണം. അവർ മാറത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് ചോഴിക്കോടുള്ളത്. ഇതെനിക്ക് പറയാതെ വയ്യ, പറഞ്ഞേ പറ്റുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഞാൻ മുമ്പ് ഒരു ദിവസം സൂപ്പർ ഫാസ്റ്റ് നമ്മുടെ ഏരിയയിൽ തുടങ്ങിയത് ഒരു
ഐ തിങ്ക് 2024 തോന്നുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം കൊളത്തൂപ്പുഴയിൽ നിന്ന് ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ആ ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവറോട് തമ്മിൽ പറയുന്നത്, അവർക്ക് അന്ന് സ്ഥലം അറിയത്തില്ല. അപ്പോൾ അവർ പറയുന്ന അപ്പം ഞാൻ അരിപ്പേണ് ഇറങ്ങുന്നത്. അപ്പോൾ ചോരിക്കൂടെ എത്തിയപ്പോൾ അവർ പറയുക, ഞാൻ അന്ന് ഡ്രൈവറിൻ്റെ തൊട്ട് പിറകിലുള്ള സീറ്റിലായിരുന്നു. അപ്പോൾ അവർ പറയും, ഈ സ്ഥലത്തുള്ള ആൾക്കാർ മാറത്തേ ഇല്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഈ ആൾക്കാർ ബസ് കയറാൻ നിൽക്കുന്നതുകൊണ്ടായിരിക്കും മാറാത്തത്, പക്ഷെ അവർ കയ്യും കാണിക്കുന്നില്ല, എന്നാൽ റോഡിൽ നിന്ന് മാറിയില്ലെന്ന് അവർ ഡ്രൈവറും കണ്ടക്ടറിനോട് പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് കേട്ടതാണ്. അപ്പോൾ ചോരിക്കോട്ടുള്ള ആൾക്കാർ ഒരിക്കലും മാറുന്നില്ല. അപ്പോൾ എനിക്ക് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ചോരിക്കോട്ടുള്ള യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങളെങ്കിലും ദയവേത് റോഡിൽ നിന്ന് മാറി നിൽക്കണം. ഞാൻ അത് യങ്സ്റ്റേഴ്സ് അങ്ങനെ കണ്ടിട്ടില്ല, കൂടുതലും ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ചോരിക്കോട്ടുള്ളവർ ഇങ്ങനെ റോഡിൽ നിന്ന് മാറാതെ നിൽക്കുന്നത്. അത് പണ്ടേ ഉള്ളതാണ്, ഞാൻ കുഞ്ഞുനാൾ തൊട്ട് കേൾക്കുന്ന ഒരു ശീലമാണ് കാര്യമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. 2025 റോഡ് സേഫ്റ്റി മോട്ടോ എന്ന് പറയുന്നതിനെ BA റോഡ് സേഫ്റ്റി ഹീറോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും റോഡിലെ ഹീറോ ആവണം. അപ്പോൾ ഹീറോ ആവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? റോഡ് സേഫ്റ്റി റൂൾസ് എല്ലാം പാലിക്കണം. അപ്പോൾ എല്ലാവരും അങ്ങനെ റോഡ് സേഫ്റ്റി റൂൾസൊക്കെ പാലിച്ച് അപകടങ്ങളൊക്കെ കുറയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ അതിന് ചെറിയൊരു കാരണം അല്ലെങ്കിൽ ഒരു നിമിത്തമാവട്ടെ എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാനും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊക്കെ ഇങ്ങനെ പഠിച്ച് വരുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.